അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. ദൈവത്തിൻ്റെ പ്രീതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഫേവർ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ഉപദേശങ്ങൾ നാം മറക്കുവാൻ പാടില്ല. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന തിരുവെഴുത്തുകളെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അത് നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുക. ദൈവം നമ്മുടെ സാഹചര്യത്തോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമുക്ക് പറഞ്ഞു തരും, നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരും, നമുക്ക് ജ്ഞാനം പറഞ്ഞു തരും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ കറക്ഷൻസ് തരും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ദൈവവചനം കേൾക്കുന്നതും വായിക്കുന്നതും ഒരു ചടങ്ങല്ല. അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതായ പല സിസ്റ്റംസ് ഉണ്ട്. കിങ്ഡം ബ്ലെസ്സിങ്സ് ഫോളോ ചെയ്യണമെങ്കിൽ കിങ്ഡം ബ്ലെസ്സിങ്സിനെ, കിങ്ഡത്തിൽ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് കിങ്ഡം ബ്ലെസ്സിങ്സ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുകയും ആമേൻ അവരെ അനുസരിക്കുകയും ചെയ്യണം. ഇത് രണ്ടും നമുക്ക് ആവശ്യം. ഇത് നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനമാണ്. അതിനകത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആമേൻ ദൈവിക അനുഗ്രഹം അതിലൂടെ ഉണ്ടാകുന്നത്. മനസ്സിലായോ? നിങ്ങൾ ക്ഷമിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കർത്താവെ അവരോട് ഞാൻ ക്ഷമിക്കുന്നില്ല, മറ്റവരോട് ക്ഷമിക്കാം. നോ ഓപ്ഷൻസ്. ക്ഷമിക്കാൻ പറഞ്ഞത് ആരോടൊന്നുമില്ല. കർത്താവ് പറഞ്ഞത് നിന്നോട് ആര് ദ്രോഹം ചെയ്താലും അവരോട് നീ തിരിച്ച് ദ്രോഹമല്ല ചെയ്യണത്. നീ അവരോട് അവരോട് ഫോർഗീവ് ചെയ്യണം, ക്ഷമിക്കാൻ പഠിക്കണം. കർത്താവ് പറഞ്ഞു, നിന്റെ ഒരു കർണം തടിക്കുന്നതിന് മറ്റേ കർണമോടെ നീ കാണിച്ചു കൊടുക്കണം. ക്രൂശിൽ കടന്നു പോലും കർത്താവ് പറഞ്ഞ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക ഇവരോട് അങ്ങ് ക്ഷമിക്കണമേ എന്നാ പറയും. സോ അതേ പാറ്റേൺ നമ്മളും ഫോളോ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് മിണ്ടാത്തവരോട് നമ്മൾ മിണ്ടത്തില്ല, നമ്മളെ സ്നേഹിക്കാത്തവരെ നമ്മൾ സ്നേഹിക്കത്തില്ല. എന്നിട്ട് പറയാം, ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ മേൽ വരട്ടെ, കർത്താവിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വരട്ടെ എന്നൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. ദൈവവചനം അനുസരിക്കാതെ നമ്മൾ എന്നൊക്കെ വാഗ്ദത്തങ്ങൾ വിളിച്ചു പറഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അത് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. അത് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം, മകനെ എൻ്റെ ഉപദേശം നീ മറക്കരുതേ, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ എന്ന് വെച്ചാൽ ഹൃദയത്തിനകത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സൂക്ഷിച്ചു വെക്കുകയും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. അപ്പം പറയാം, അപദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു. അതായത് അവിടെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ സത്യങ്ങളും അത് പിന്തുടരുക, അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ പ്രതിഫലദായകവുമായ ജീവിതം ലഭിക്കും. അതായത് നമ്മുടെ ആയുസ്സിനെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അത് കഷ്ടപ്പെട്ടായിരിക്കത്തില്ല, അത് ദൈവികമായ സന്തോഷത്തിലും സമാധാനത്തിലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.